മലയാള സാഹിത്യ ലോകത്തെ വിലയിരുത്തുമ്പോൾ വയനാട്ടുകാർക്ക് അഭിമാനിക്കാവുന്ന ചില പേരുകളുണ്ട്. അവയിൽ മുൻപന്തിയിൽ ചേർത്തുവെക്കുന്ന പേരാണ് KJ ബേബി. അടിയന്തരാവസ്ഥ കാലത്ത് KJ ബേബി എന്ന സാംസ്കാരിക പ്രവർത്തകൻ ഗോത്രജന സമൂഹത്തിന്റെ ജീവിതരീതിയുടെ പല മാനങ്ങളുള്ള ആവിഷ്കാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന നാട്ടുഗതിക എന്ന നാടകാവതരണം കേരളമെമ്പാടും നടത്തി വന്നപ്പോൾ സംഘാടകരെയടക്കം പോലീസ് 1981 മെയ് 22 അറസ്റ്റ് ചെയ്തു. വയനാട്ടിലെ ആദിവാസി കുട്ടികൾക്കായി കനവ് എന്ന ബദൽ വിദ്യാകേന്ദ്രം നടവേൽ ചീങ്ങോട് ആരംഭിച്ചപ്പോൾ അതൊരു പുത്തൻ ചരിത്രമാവുകയായിരുന്നു. ഗോത്രജന സമൂഹത്തിന്റെ ഭാഷയ്ക്കും സംസ്കാരത്തിനും കോട്ടം തട്ടാതെ കാടറിവും നാടറിവും നൽകി അവരിൽ ആത്മവിശ്വാസത്തിന്റെ കിരണങ്ങൾ പാകാൻ ബേബിക്ക് കഴിഞ്ഞു. കാട് എൻ വീട് ഈ വയനാട് എന്നു പാടി അവരിൽ സംഗീതവും താളബോധവും കൂട്ടായ്മയും കുറ്റമറ്റതാക്കി. നാട് എൻ വീട് വയനാട്, കൂട് എൻ മേട് വയനാട്. ബേബിയുടെ മാവേലിമന്റം എന്ന നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, TV കൊച്ചുബാവ അവാർഡിനും അർഹമായി. ബസ് പുൽക്കാനയും ഗുഡ് ബൈ മലബാറുമൊക്കെ ഒന്നിനൊന്ന് കെങ്കേമം. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വയനാടിന്റെ അഭിമാനമായ KJ ബേബി അക്ഷരഭൂമികയിൽ. വയനാടിൻ്റെ അക്ഷരഭൂമികയിൽ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വയനാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ KJ ബേബി എന്ന പേര് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും തന്നെ അറിയും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. നാടകമെഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ അതെ. ഒരു സാംസ്കാരിക പ്രവർത്തകൻ, അതുപോലെ തന്നെ സിനിമാ രംഗത്തും തൻ്റേതായിട്ടുള്ള വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ള ഒരാൾ, അതുപോലെ തന്നെ പാട്ട് തുടങ്ങിയ വിവിധ മേഖലകളിൽ. ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ട, എനിക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ബേബി ചേട്ടാ എന്ന് തന്നെ വിളിക്കാം. ബേബി ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ വിവിധ രംഗങ്ങളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിത്വം പതിപ്പിച്ച ഒരാളാണ്. എങ്കിൽ പോലും രംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാടകം, നോവല്, പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത്രയും. അതെ അതെ, അത് തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. ഏതായാലും കൂടുതൽ ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വയനാട്ടിൽ എത്തപ്പെട്ട ആ ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട്. അതെ, ഞാൻ വയനാട്ടിൽ ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിൽ പേരാവൂരടുത്ത് മാവടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അവിടെയായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നത്. ഒരു അടുത്തിട്ട് കുടിയേറ്റ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടുത്തെ ഒരു ഇതിൽ എൻ്റെ ഒരു സഹോദരിയുടെ ഒരു വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറേ പൈസ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഭൂമിയും വയനാട്ടിലെ ഒരു വീടും പറമ്പും എല്ലാം കൂടി കൂട്ടി ഒരു ഭൂമികളിൽ വെച്ച് മാറ്റം നടത്താണ്. അവിടേക്ക് മാറി വരുന്നൊരു ടീച്ചറും ഞങ്ങളും കൂടെ കൂട്ടി. അപ്പോൾ ഈ കല്യാണം നടത്താനുള്ള പൈസയും കിട്ടും. അങ്ങനെ ആണ് ഞാൻ വയനാട്ടിൽ വരുന്നതും വയനാട്ടുകാരനായിട്ട് മാറുന്നതും. അങ്ങനെയാണ് ഒരു കുടുംബം വന്നതുകൊണ്ട് വന്നതാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെത്തിയത് വയനാട്ടുകാരുടെ ഭാഗ്യമായിട്ട് കാണുകയാണ്. നമുക്ക് നിരവധി എഴുത്തുകൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് നാടകങ്ങളെ കുറിച്ചാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഈ നാടകങ്ങൾ ഞാൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എഴുത്തുകാരനാകുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ വായിക്കുമായിരുന്നു ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ് മുതലൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഇപ്പോൾ ഈ വയനാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് ആധുനിക സാഹിത്യങ്ങളൊക്കെ ഈ വയനാട്ടിൽ ഒരു സണ്ണി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഈ പുതിയ സാഹിത്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വായിക്കാനൊക്കെയാണ് അതിന് അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് മെല്ലെ ചെറിയ ചെറിയ എഴുത്തുകൾ തുടങ്ങാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളർന്നതൊരു കാർഷിക മേഖലയിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവം ഒരു സ്വപ്നങ്ങളേ അല്ല. അപ്പോൾ കച്ചവടം ചെയ്യുക, കൃഷി ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഈ പള്ളി മുസ്ലിം ലീഗിൻ്റെയൊക്കെ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ നാടകങ്ങൾ എഴുതി തുടങ്ങി. ആ മത്സരങ്ങളിൽ ഇപ്പോൾ അന്ന് പള്ളിയിൽ ഞാൻ പാട്ട് പാടാൻ പോകും. പാട്ട് പാടും. എൻ്റെ സഹോദരിയുണ്ട്. ഞങ്ങൾ രണ്ടാളും പള്ളിയിലെന്നും ഞായറാഴ്ച തോറും പള്ളിയിൽ പോകും. അതിന് പാട്ട് പാടും, കുർബാനയ്ക്കൊക്കെ കൂടും. അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം ലീഗിൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടി ചെറിയ നാടകങ്ങൾ, പാട്ടുകളൊക്കെ എഴുതുക. അതിന് അംഗീകാരങ്ങൾ കിട്ടി തുടങ്ങി. മത്സരങ്ങൾ അന്ന് വേറെ വേദികളില്ല വയനാട്ടിൽ ഇങ്ങനെയുള്ള പള്ളിയുടെ പരിപാടികളോ അല്ലെങ്കിൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങളോ ഒക്കെയാണെന്ന് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് പൊതുവായിട്ടുള്ള വേദികൾ വളരെ കുറവാണ്.
അപ്പോൾ ആ വേദികളിൽ പോയിട്ട് മത്സരങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നു, അത് നമുക്ക് മറ്റേ കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. അപ്പോൾ വേറെ നാടകങ്ങൾ എഴുതുന്നു. അപ്പോൾ ഈ ബന്ധനങ്ങളെ വിടാൻ പറഞ്ഞിട്ടൊരു നാടകമായിരുന്നു ആദ്യം അങ്ങനെ മത്സരങ്ങളിലൂടെ കടന്നു വന്ന്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണോ? അല്ലല്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ നാടകത്തിൻ്റെ ഒരു പ്രോസസ്സിലൂടെ അങ്ങനെ ആ സ്റ്റേജ് നാടകം മത്സരം അങ്ങനെ അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പോയി അതിന് നല്ലൊരു അംഗീകാരം കിട്ടി. അപ്പോൾ പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഞാനൊരു 2 മണിക്കൂർ നാടകം, ഒരു മിഥ്യാവിരി എന്ന് പറയുന്ന നാടകമില്ല, ഒരു സ്ലെമ്മിന് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊരു സാധനമായിരുന്നു. അത് പക്ഷേ അവതരിപ്പിക്കാൻ പറ്റിയില്ല. മിഥ്യാവിരി എന്നായിരുന്നു പേര്. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ അപൂർണ എന്ന് പറഞ്ഞിട്ടൊരു നാടകം എഴുതാം. അപൂർണ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമല്ല, പേര് തന്നെ വ്യക്തമാണ്. അപ്പോൾ അത് ശരിക്കും വയനാട്ടിലെ ഞാൻ ബന്ധപ്പെട്ടിരുന്ന അടിയോർ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗമുണ്ട്. അവരുമായിട്ടാണ് ഞാൻ ഈ വയനാട്ടിൽ വന്ന ശേഷം കൂടുതൽ ബന്ധപ്പെടുന്നത്. അവരുടെ ഈ വർത്തമാനകാലത്തിലെ ഒരു ജീവിതം, അവരുടെ ഒരു ചെറിയ കുടിൽ, ആ കുടിലിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ പിള്ളേരുടെ കളികൾ, അവിടുത്തെ ആൾക്കാരുടെ പാട്ടുകൾ, ഇതെല്ലാം കൂടെ അവരുടെ പിന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭൂതന്മാരായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ വർത്തമാനകാലത്ത് നേരിട്ട് കൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു നാടകമായിരുന്നു. അതാണ് ഈ അപൂർണ എന്നുള്ള പേര് വരാൻ. അപ്പോൾ ഈ നാടകം നമ്മൾ മാനന്തവാടിയിൽ വന്ന് സ്റ്റേജൊക്കെ കെട്ടി കുടിയിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. അത് നല്ല അംഗീകാരം കിട്ടിയാണ്. അന്ന് കുങ്കുമം, മാതൃഭൂമി, ഈക്കിലൊക്കെ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വന്നു. വളരെ വ്യത്യസ്തമാണ്, അപ്പോൾ തന്നെ മലയാള നാടകത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറഞ്ഞുള്ള നല്ല ഇത് വന്നു. അത് എനിക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം തന്നു. അപ്പോൾ ഇത് ആദ്യം സ്റ്റേജിലാണ് അവതരിപ്പിച്ചെങ്കിലും പിന്നീട് ഇതേ നാടകം കോഴിക്കോട് അവതരിപ്പിക്കുന്നുണ്ട്. അത് സ്റ്റേജിലായിരുന്നു. പിന്നീട് ഇതേ നാടകം തിരുനെല്ലിയിൽ ഈ ആദിവാസി അടിയോരുടെ തന്നെ ഒരു കോളനിക്കുള്ളിൽ അവതരിപ്പിച്ചു. കോളനിക്കുള്ളിൽ അവതരിപ്പിക്കുമ്പോൾ ഈ നാടകത്തിന് അപ്പോൾ സ്റ്റേജില്ല, അതെല്ലാം വിട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ സ്റ്റേജിലെ നാടകത്തെക്കുറിച്ചൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊന്നും നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇത് യാദൃച്ഛികമായിട്ട് നമുക്ക് സ്റ്റേജില്ല, അപ്പോൾ നമുക്ക് അതിനകത്ത് അവിടെ അവതരിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നാടകം സ്റ്റേജിൽ നിന്ന് താഴത്തേക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ ആൾക്കാരുടെ പ്രതികരണങ്ങൾ, ചോദ്യങ്ങൾ, ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു സാധ്യത എനിക്ക് മനസ്സിലാക്കുന്നത്. അതൊരു പ്രായോഗികമായിട്ട് കൂടുതൽ സംവദിക്കാൻ വളരെ എളുപ്പമാണ്. മറ്റേ ഈ അകലം നമുക്ക്, സ്റ്റേജിൻ്റെ അകലം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിൻ്റെ 2ാം ഭാഗമായിട്ടാണ് ഞാൻ നാടിഗദ്ദിക എന്ന് പറഞ്ഞിട്ട് നാടകം എഴുതുന്നത്. വളരെ പ്രശസ്തമായ നാടിഗദ്ദിക എന്ന് പറയുമ്പോൾ അത് ഈ അടിയോരുടെ തന്നെ ഈ രോഗം മാറ്റാൻ പറ്റിയ രാജാരാണ് ഗദ്ദിക. അപ്പോൾ അത് ഗദ്ദികക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ തന്നെ ഈ ഗദ്ദിക നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ വന്ന് പാട്ടുപാടി ഒരു യോഗിയുടെ വീട്ടിൽ വന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരെ പാട്ടുപാടി ആട്ടമാടും. അപ്പോൾ ഈ ദൈവങ്ങൾ ഉറഞ്ഞു വരും. ഈ ഉറഞ്ഞു വരുന്ന ദൈവങ്ങൾ ഈ രോഗങ്ങൾ മാറ്റും. അതാണ് അതിൻ്റെ വിശ്വാസം. ഇത് തന്നെ നാട്ടിൽ അന്ന് കാലത്ത്, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 10-50 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ നാടിഗദ്ദിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടിലൊരിക്കലും വിഷുവിൻ്റെ സമയത്ത് ഇവർ ഈ തിരുനെല്ലി അമ്പലത്തിൻ്റെ താഴെ നിന്ന് ഇവർ നാടിഗദ്ദിക തുടങ്ങും. അപ്പോൾ ഇവർ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഈ രോഗങ്ങൾ ആവാഹിച്ചിട്ട് താഴെ പോത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അർപ്പിക്കുന്നതാണ് ഈ നാടിഗദ്ദിക. അപ്പോൾ എല്ലാ രോഗങ്ങളും മഴക്കാലത്തിന് മുമ്പ് ഇവരിങ്ങനെ ആവാഹിച്ചിട്ട് കൊണ്ട് അർപ്പിക്കുന്നതാണ്. അപ്പം ഞാനിത് കാണാൻ വേണ്ടിയിട്ട് അവിടെ എനിക്കപ്പോൾ ഒരു സാഹചര്യം കിട്ടിയായിരുന്നു. ഈ അപൂർണ നാടകത്തിന് ശേഷം അന്ന് ഈ ബത്തേരിയുടെ ബിഷപ്സ് ഹൗസിൻ്റെ കീഴിൽ WSS ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നത്. അവർക്ക് അന്ന് തേരകത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ ഡയറക്ടറായിരുന്ന കാലത്ത് ഈ തിരുനെല്ലിയിൽ സ്നേഹാലയം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവർ രാവിലെ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒന്ന് വരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ട്, അച്ഛനുണ്ട്, പിന്നെ കുറച്ച് ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ കുട്ടികൾക്കൊരു ക്ലാസ് കൊടുക്കുന്നു. ഇവർ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇവർ പഠിച്ചതിനെക്കുറിച്ച് സംസാരിക്കുന്നു. വളരെ നല്ല രസമുള്ളൊരു വാക്കായിരുന്നു. അപ്പോൾ അതിലേക്ക് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ നാടകമെല്ലാം കണ്ടു കഴിയുമ്പോൾ. അങ്ങനെ ഞാനും പോയി, എനിക്ക് ഈ അടിയോരുമായിട്ടൊക്കെ ഒരുപാട് നല്ലൊരു ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ടാവില്ല മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഞാനും അവിടെ പോയി ഇവിടെ നിന്ന് അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ സഹായിയായി, പങ്കാളിയായി. ഒപ്പം തന്നെ ഞാൻ അവിടെ ചെയ്ത് കുറേ ഈ അവിടെയുള്ള മൂപ്പന്മാർ ഇവരെല്ലാം കണ്ടിട്ട് അവരുടെ ഒരു ചരിത്രം, അവരുടെ ഒരു സംസ്കാര വിശേഷങ്ങൾ, ആചാര മര്യാദകൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവരുടെ ഈ പ്രധാനമായിട്ട് കുളിക്കല്യാണം, കല്യാണം, തിറ, പേയാട്ട്, പെല, ഇങ്ങനെയുള്ള അവരുടെ സവിശേഷകരങ്ങളായിട്ടുള്ള ഇതെല്ലാം ഗോത്രപരമായിട്ടുള്ളതാണ്. അതെല്ലാം കാണുകയും മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ചരിത്രമോ അല്ലെങ്കിൽ ഇത് കിട്ടാൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കിട്ടി എനിക്ക് അവിടെ. പക്ഷേ എൻ്റെ ചേട്ടൻ്റെ മരണത്താൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അധികം കാലം ഒരു 5-6 മാസം അവിടെ നിന്നു എനിക്ക് തോന്നുന്നത്.
അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഈ നാടികദ്യ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കാണാൻ പോയതായിരുന്നു. ഈ സമയത്താണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ തിരുനെല്ലിയിൽ അന്ന് ഞാൻ ഈ അപൂർണ അവതരിപ്പിച്ച് കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അപൂർണ കണ്ടിട്ടുള്ള അവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനും എൻ്റെ കൂടെയുണ്ട്. പുള്ളി കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ് നാടികദ്യക്കാരുടെ കൂടെ. അപ്പം ഞാനിതിന് വെറും ഒരു ആചാരമായിട്ടാണ് കാണുന്നത്. ആചാരം തെയ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നാടകം ഉണ്ടാക്കാൻ തോന്നുന്നില്ല, അതേമാതിരിയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ കൃഷ്ണനോട് ചോദിക്കുകയാണ്, അണ്ണൻ ഇതേമാതിരി നാടകം എഴുതി കൂടെ? അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഏട്ടാ ഇതൊരു നല്ലൊരു ഐഡിയ ഉണ്ടത്. അതായത് ഇവരിപ്പോൾ വീട് വിടാന്തരം കയറുന്നു, എന്തുകൊണ്ട് നമുക്ക് ചരിത്രത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൂടാ? അപ്പോൾ ഒരു ഫോം നമുക്ക് കിട്ടുകയാണ്. അതിൻ്റെ ആ ചൂട് പിടിച്ചിട്ടാണ് നാടികദ്യ എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്നത്. അപ്പം സ്റ്റേജ് വിട്ടു, അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കി, പിന്നെ ഈ ഒരു ഫോമിലുണ്ട്. അപ്പം നമ്മൾ ചരിത്രത്തിൽ കൂടെ വരിക. വയനാട്ടിൽ ഒരു അടിമയുടമ കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ ശക്തമായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ പ്രധാനപ്പെട്ട ചരിത്ര ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് ഇന്നിലേക്ക് എത്തുന്നതാണ് നാടികദ്യ എന്ന് പറഞ്ഞ നാടകം. മനസ്സിലായില്ലേ? ആ നാടകം നമ്മൾ ഇത് ചെയ്തു, പഠിച്ചു. അങ്ങനെ അത് കേരളത്തിൻ്റെ പല ഭാഗത്ത് അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ കൂടെയും പോയൊരു നാടകമായിരുന്നു അത്. അങ്ങനെ പോയി അത് ഒരു 530ാമത്തെ വേദിയിൽ വെച്ചിട്ട് അന്ന് നിരോധിക്കുകയൊക്കെ ചെയ്തായിരുന്നു. 530ാമത്തെ നിരോധിക്കാനുള്ള കാരണം നമ്മുടെ ഇതിനകത്ത് കുറച്ച് പൊളിറ്റിക്കൽ സറ്റയർ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം വന്ന് ഭരണകൂടത്തിന്. സത്യത്തിൽ അതല്ല, ഈ അടിമയുടമ മനോഭാവമുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ആശയം ഈ ചരിത്രഘട്ടങ്ങൾ കടക്കുമ്പോഴും ഇതേ ആൾ തന്നെയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇതേ ആശയം ഈ അടിമയുടമ മനോഭാവമുള്ള മനുഷ്യൻ തന്നെയാണ് ഈ ഇന്നും എത്തി നിൽക്കുന്നത്. അത് പല കൊടികളുണ്ടാവും, പല വർണ്ണങ്ങളിൽ വഴിക്ക് ഇവർ നിൽക്കുന്നത്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. അവരാണ് നമ്മളിപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് പിന്നെ ഇവരിപ്പോൾ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉന്മൂലനമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അവസാനം പറയുന്നത് അത് ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, അടിമയുടമ മനോഭാവത്തെ. അല്ലാണ്ട് രണ്ടിനും മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു നാടകം. അങ്ങനെ ഇതിനകത്തൊക്കെ പോയി അത് കുറച്ച് കാലം അവിടെ 3 മാസം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ, നാടകദ്യ എന്ന് പറയുന്ന പുസ്തകം സർവകലാശാല വിദ്യാർത്ഥികൾ പഠിക്കണ്ട. അത് പിന്നീടാ. ആ നാടകദ്യ തന്നെ നമ്മൾ അന്ന് അറസ്റ്റ് ചെയ്തൊരു 3 വർഷത്തോളം കേസ് നടത്തിയിട്ടുണ്ട്. കേസ് നടത്തി എന്നതാ ഈ വെറുതെ പാട്ടുപാടിയും ഇതും കാണിച്ചിട്ട് ആൾക്കാരെ വിപ്ലവത്തിന് പ്രേരിപ്പിച്ചു എന്നേ കുറ്റമുള്ളൂ. പക്ഷേ ജാമ്യം കിട്ടുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കോടതിയിൽ വന്നപ്പോൾ എന്താണ് കുറ്റം എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ അതല്ല. അത് രസമായിരുന്നു. അത് വിട്ടതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം 3 വർഷം കഴിഞ്ഞിട്ട് വിചാരണ നടക്കുക. അപ്പോൾ ഞങ്ങളെ അറസ്റ്റിന് നേതൃത്വം കൊടുത്ത സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. പുള്ളീനെ ആദ്യമായിട്ട് സെഷൻസ് കോടതിയിൽ എത്തുകയാണ്. എന്നിട്ട് പുള്ളിയോട് ചോദ്യം ചെയ്യിക്കുകയാണ്, എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? അപ്പോൾ പുള്ളി പറഞ്ഞ് നാടകം കളിച്ചിട്ടാണ്. നാടകം കളിച്ചിട്ട് അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ 6 തവണ കണ്ടിട്ടുണ്ട്. 6 തവണ കണ്ടു. അല്ല, അപ്പോൾ അടുത്ത ജഡ്ജിയുടെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ നാടകത്തെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ പുള്ളി പറയും ഞാൻ കണ്ടിട്ടുള്ള നാടകങ്ങളിൽ നല്ലൊരു നാടകമാണ്, പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ പുള്ളി ഒരു ചിരിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതായത് അതിൻ്റെ അർത്ഥമാണ് ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ ജഡ്ജി കുറ്റപത്രം താഴത്തേക്ക് ഇട്ടിട്ട് പൊക്കോളാൻ പറയാം കേസ്. അപ്പോൾ അത്രയും കാലങ്ങൾ എത്ര കഴിഞ്ഞു? 3 വർഷത്തോളം കിടന്നോട്ടെ. ഈ നാട്ടിൽ മുഴുവൻ ഭീകരവാദിയാണ് നമ്മളിപ്പോഴും. അതല്ലോ ഈ അവസ്ഥയിലാണ് നാടകത്തിന്. പിന്നീട് അത് 92 മുതൽ 94 വരെ ഇതേ നാടകം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് കേരളത്തിന് വെളിയിൽ ഒരുപാട് ഫെസ്റ്റിവൽ സ്ഥലങ്ങളിൽ, ബാംഗ്ലൂർ, ബോംബെ, പിന്നെ ഈ നർമ്മദാ തീരങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്തായിരുന്നു നാടകം. അതാണ് നാടികദ്യ എന്ന് പറയുന്നത്. അത് പിന്നെ ടെക്സ്റ്റ് ബുക്കായി പഠിക്കാനുണ്ട്. പിന്നെ MA പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ 2021 കേരളത്തിലെ ആദ്യത്തെ ഗ്രാമീണ നാടകത്തിനുള്ള സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് ഇതിന്. അത് ഭാരത് ഭവനാണ് തന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ ഇതാണ് ഇതിലേക്ക്. കലാശാല വിദ്യാർത്ഥികൾക്ക് എനിക്കൊക്കെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. അല്ല, അത് വലിയൊരു ഇതാണ്. നമ്മുടെ ലൈഫിൽ തന്നെ അതൊക്കെ കാണാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള ബോധ്യം ഇത്തരത്തിലുള്ള എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെയാണ് നിലനിൽക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഇതിന് നമുക്ക് നേരിടേണ്ടി വന്ന കുറേ പീഡനങ്ങളുണ്ട്. അതുകൊണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തൊരു നാടകം കുഞ്ഞപ്പൻ്റെ കുരിശുമരണം എന്ന് പറഞ്ഞിട്ടൊരു നാടകം. അത് ഈ നടപടിയിൽ മദ്യവിരുദ്ധ സമരം നടന്നിരുന്നു. വളരെ പ്രശസ്തമായൊരു സമരമായിരുന്നു അത്. ആ സമരത്തിനോട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒന്ന് ജയിലിൽ പോകേണ്ടതായിട്ട് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്ത ഒരു നാടകമാണ് ഈ കുഞ്ഞപ്പൻ്റെ കുരിശുമരണം. അത് ഇതേമാതിരി തന്നെ സ്റ്റേജ് വിട്ടേണ്ട ഒരു നാടകമായിരുന്നു.
അപ്പോൾ ഇവിടുത്തെ നടവിൻ്റെ തന്നെ ഇടത്തര കർഷകരായിട്ടുള്ള ചെറുപ്പക്കാർ അവരായിരുന്നു ഇതിൻ്റെ ഫുൾ ആക്ടേഴ്സ്. സ്ത്രീകളൊന്നുമില്ല. നമുക്കൊരു തെരുവ് നാടകം, ആ തെരുവ് നാടകം അതിനല്ല, ഇത് സ്റ്റേജിലും കളിക്കുക, എവിടെയും കളിക്കുക. അങ്ങനെയാണ് എൻ്റെ എല്ലാം. പിന്നെ ഒരു സാധനം ചെയ്തത് കിയു ലോകത്ത് നിന്നും പറഞ്ഞിട്ടൊരു നാടകമാണ്. ആ നാടകം ഈ ആദിവാസികളുടെ ഒരു പണിയരുടെ ഒരു വിശ്വാസമുണ്ട്. അതായത് മരണാനന്തരം ഇവരെത്തുന്നത് കിയു ലോകം എന്ന് പറഞ്ഞ ലോകത്താണ്. കിയു ലോകം. ആ ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഏത് ഉടമയുടെ കീഴിലാണോ അവർ പണിയെടുത്തിരുന്നത് അതേ ഉടമയുടെ കീഴിൽ അവർക്ക് അതേ പണി തന്നെ തുടരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് മരണാനന്തര ലോകത്ത് പോലും പ്രതീക്ഷകളില്ല, പ്രത്യാശയില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ മതം ക്രിസ്ത്യ മതത്തിലാണ് ഞാൻ ഇതായത്. അപ്പോൾ പറയുന്നത് മരിച്ചു കഴിഞ്ഞ് ഇവിടെ ഇപ്പം എന്ത് കഷ്ടപ്പാട് സഹിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്വർഗ്ഗമുണ്ട്, ദൈവത്തിൻ്റെ അടുത്ത് സീറ്റ് കിട്ടുന്നതാണ് അല്ലേ. അപ്പം നമ്മുടെ നന്മതിന്മകളെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെ നിർണ്ണയിക്കുക. അതാണ് ഞങ്ങളുടെയൊക്കെ പറഞ്ഞത്. അതേമാതിരി മിക്ക മതങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇവരുടെ വിശ്വാസങ്ങളിൽ പോലും മരണാനന്തര ലോകത്ത് പോലും ഇവർ സ്ലേവ്സാണ്. ഇത് വലിയൊരു സംഭവമാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ലേവറിയെ ഇവിടെ നിലനിർത്തിയത്? അത് ഞാൻ പിന്നെ ഈ നാടകത്തിൽ കൊണ്ടുവന്ന് അത് കീലോകത്ത് എന്ന് പറയുന്ന നാടകം തന്നെ ഉണ്ടാക്കി. ഈ സോളിഡാരിറ്റി ലൈബ്രറിക്ക് എന്ന നല്ലൊരു കുറേ സാക്ഷരതാ പ്രവർത്തനത്തിന് അവർ ഒരു കുറച്ച് കാലങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മാനന്തവാടിയിൽ. അവരുടെ സാക്ഷരതാ പ്രവർത്തകർ ഇത് കുറേ സ്ഥലങ്ങളിൽ ഇത് അവതരിപ്പിച്ചു. ഡൽഹിയിലൊക്കെ പോയിട്ട് അവരന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചെയ്തൊരു സ്റ്റേജ് നാടകം ഞാൻ ചെയ്തു, ഉയർപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നാടകം. അപ്പോൾ ഉയർപ്പിൻ്റെ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് ഇറക്കി ആ ഭൗതിക ശരീരം ഒരു കല്ലറയെ കൊണ്ടിട്ടാണ് വെക്കുന്നത്. അന്നത്തെ സാഹചര്യം അത്ര ഭയാനകമായിരുന്നു. ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി, ആരുമില്ല. ആ കല്ലറയെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഈ റോമൻ ഭരണാധികാരികൾക്ക് പേടിയാണ്. അവരെന്തേക്കും പടയാളികളെ കാവലാക്കുക. ഈ കാവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കാവലാളുകൾ ഇരുന്നിട്ട് രാത്രികാലങ്ങളിൽ സംസാരിക്കുന്നത് എന്തിനാ നമ്മളൊരു ആശാരിയുടെ മകനാണ്, ഇയാളുടെ ഒരു തെമ്മാടിയാണ്, ഇയാളുടെ ശരീരത്തിൽ നമ്മളെന്തിനാ കാവലിരിക്കുന്ന അവർക്ക് പലർക്കും മനസ്സിലാകുന്നില്ല. ആ 3 രാത്രികളാണ് ഈ നാടകത്തിൽ ചെയ്തത്. അതൊരു നല്ലൊരു അവതരണമായിരുന്നു. രംഗസജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്റ്റേജ് നാടകമായിട്ട് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തൊരു നാടകം അതിന് ശേഷം പിന്നെ കനവൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് ഈ സ്ഥലം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തു. അത് ഈ ജസ്യൂട്ട് പുരോഹിതന്മാരാകാൻ പഠിച്ചിരുന്ന കുറച്ച് ആൾക്കാർ കനവിൽ വരിക. അന്ന് ഞാൻ തിയേറ്റർ ക്യാമ്പ് നടത്തും. ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അവരും കൂടെ കൂടിക്കൊണ്ടിട്ട് ഈ അന്ന് നമ്മുടെ വയനാട്ടിലെ സ്ഥിതി തന്നെ അടുത്തിട്ട് കൃഷിക്കാരുടെ കൃഷി ഇത് വരികയും സാധനങ്ങൾക്ക് വില ഇല്ലാതാവുകയും വല്ലാത്തൊരു കഷ്ടപ്പാടായിരുന്നു. അപ്പം നമുക്ക് വയനാട്ടിൽ എവിടെ പോയാലും കാണാം സ്ഥലം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞൊരു ബോർഡുണ്ടാവും. അതൊരു പ്ലാവുകളൊക്കെ ഇങ്ങനെ പ്ലാവ് മാവൊക്കെ റോഡിൻ്റെ സൈഡിൽ വെട്ടിയിട്ടപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ഒന്നും അങ്ങനത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയുള്ള ഒരു കാലമായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവും ഒക്കെ പറയുന്ന ചെറിയൊരു നാടകമായിരുന്നു സ്ഥലം വിൽപ്പനയ്ക്കെന്നുള്ളത്. അത് ഇവർ പിന്നെ ഈ മലബാറിൻ്റെ പല ഭാഗങ്ങളിൽ അവതരിപ്പിച്ചു ജസ്യൂട്ട് പുരോഹിതന്മാർ. പിന്നെ അതിനുശേഷം നാടകങ്ങൾ അങ്ങനെ അധികം ചെയ്തിട്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടകം ഒറ്റയാൾ നാടകമാണ്. 1.5 മണിക്കൂറുണ്ട്. അത് കുഞ്ഞിമായിൻ എന്തായിരിക്കും പറഞ്ഞതെന്നാണ് അതിൻ്റെ പേര്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1857 ഈ സിപ്പാഹി ലഹള നടക്കുന്നൊരു കാലത്ത് തലശ്ശേരി പൊതുനിരത്തി വെച്ചിട്ട് കുഞ്ഞിമായിൻ എന്ന് പറഞ്ഞൊരു കൃഷിക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവൺമെൻറ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ പരസ്യമായിട്ട് സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തിട്ട് നാട് കടത്തി. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി ജയിലിൽ വെച്ചിട്ട് ഇദ്ദേഹം മരിച്ചു പോവുക. അപ്പോൾ ഇത് ലോകൻ്റെ മലബാർ മാനുവിൽ നിന്നിട്ടാണ് എനിക്ക് ഈ ഒരു ചെറിയൊരു സംഭവത്തിൽ കിടക്കുന്ന സാധനം മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കാരണം അതിനു മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഇവിടെ വയനാട്ടിലെ യുദ്ധം ഉണ്ടാകുന്നുണ്ട്. 9 വർഷം ഇവിടെ നടന്നാണ് യുദ്ധം. ഝാൻസി റാണിയുടെയൊക്കെ അവിടെ കാർഷിക കലാപം അവിടെ നടക്കുന്നുണ്ട്, ഭയങ്കര യുദ്ധങ്ങൾ. പക്ഷെ ഇതെല്ലാം വാളുകൊണ്ടാണ്, ആയുധങ്ങൾ കൊണ്ടിട്ടാണ്. വാക്കുകൾ കൊണ്ടിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിമായനായിരിക്കും. ആ കുഞ്ഞിമായനെ അറസ്റ്റ് ചെയ്ത് പുള്ളിയുടെ പീഡനം, പുള്ളി ജയിലിൽ കിടന്നിട്ട് മരിച്ചു പോവുക. അപ്പോൾ ചരിത്രത്തിൽ ആർക്കും അറിഞ്ഞൂടെ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ നമ്മളൊന്ന് ശരിക്കും അറിയിക്കണമല്ലോ. അതിനെ ഞാനൊരു സിനിമയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരിപാടി. അത് നടന്നില്ല. അപ്പം ഞാനതൊരു ഒറ്റയാൾ നാടകമായിട്ട് 1.5 മണിക്കൂറുണ്ട്. അത് ചെയ്ത് പഠിച്ച് ഞാൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാം ഞാൻ തന്നെ, ഞാൻ കഥാപാത്രം ഞാൻ തന്നെ, രചന, സംവിധാനം, അഭിനയം, പാട്ട്, ഗാനരചന എല്ലാം കൂടെ തന്നെ. എന്നിട്ട് പിന്നെ ഈ ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് കണ്ടു കഴിയുമ്പോൾ ചിലർ എന്നെ നാടകം കളിക്കാൻ വേണ്ടി വിളിക്കും. കാരണം നാടകത്തിനെ നമ്മൾ നേരിട്ട് കാണുന്നതും ഇത് കാണുന്നതും വ്യത്യാസമുണ്ടല്ലോ.
അങ്ങനെ കേരളത്തിൽ പല ഭാഗങ്ങളിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബേബിച്ചേട്ടനോട് നാടകത്തെക്കുറിച്ച് സംസാരിച്ച് എത്ര കേട്ടാലും മതി വരുന്നില്ല. പക്ഷേ കുറേയധികം കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നാടകത്തെക്കുറിച്ചുള്ളത് ഞാൻ അവിടെ നിർത്തി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി വളരെ പ്രശസ്തമാണ് മാവേലി മന്ത്രം പോലെയുള്ള നോവലൊക്കെ. ഈ നോവലിൻ്റെ ഒരു പശ്ചാത്തലവും എനിക്ക് തോന്നുന്നത് ഈ അടിയാളരുടെയും അതുപോലെ തന്നെ ഉടമകളുടെയും ഒക്കെ ബന്ധത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ബേബിച്ചേട്ടൻ തയ്യാറായിട്ടുള്ളത്. ഈ മാവേലി മന്ത്രം അത്തരത്തിലുള്ള കൈപ്പാടൻ്റെ ജീവിതവും അല്ല അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ നാടകങ്ങളുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. സ്ലെമ്മിലുണ്ട്, ആദിവാസികളുടെ ഉണ്ട്, ക്രിസ്ത്യാനി വിഭാഗത്തിലുണ്ട്, ക്രിസ്തുവിൻ്റെ കാര്യമുണ്ട്, പല വെറൈറ്റി ചെയ്തിട്ട് തന്നെ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു അടിസ്ഥാനപരമായിട്ട് കലാകാരനാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു വിഭാഗത്തിൻ്റെ അല്ല, മനസ്സിലായില്ലേ? അപ്പം ഇതും ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മാവേലി മൻ്റെ എന്ന് പറഞ്ഞ നോവലാണ് ഞാൻ 3 നോവലാണ് പ്രധാനമായിട്ട് എഴുതിക്കുന്നത്. 1 മാവേലി മൻ്റെ, 2 ബസ്പുർഖാന, 3 ഗുഡ് ബൈ മലബാർ എന്ന നോവലാണ്. അപ്പോൾ ഈ മാവേലി മൻ്റം ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ ഇപ്പോൾ ഷേർലി എൻ്റെ കൂടെ ജീവിക്കാൻ വന്ന് ഞങ്ങൾ ഒന്നിച്ച് ജീവിതം തുടങ്ങിയ കാലത്ത് ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്തത്, ഞാൻ അതിനു മുമ്പ് തന്നെ പല ആൾക്കാരിൽ നിന്നിട്ട് ഈ പഴയ ഭൂമി കൈമാറ്റ രേഖകളോ കോടതി രേഖകളോ പഴയ രേഖകളുണ്ടല്ലോ, ആവശ്യമില്ലാണ്ട് കിടക്കുന്ന രേഖകളൊക്കെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനന്ന് ഫോട്ടോസ്റ്റാറ്റോ അങ്ങനെയൊന്നും വല്ലാത്തൊരു കാലമാണ്. അപ്പം ഞാനും ഷേർലിയും കൂടെ ആദ്യം ചെയ്ത പ്രവർത്തനം, ഈ രേഖകൾ കിട്ടിയ രേഖകൾ ഇത് മുഴുവൻ ഒരാൾ വായിക്കും, ഒരാൾ പകർത്തും, ഒരാൾ വായിക്കും, ഒരാൾ എഴുതും. അന്നത്തെ ആ മൂഡിൽ നടക്കില്ല, പിന്നെ നടക്കില്ല. ഇത് അത്ര ഇതാണ്, ആ പേപ്പറൊക്കെ ദ്രവിച്ച് പോയതായിരിക്കും, ലെൻസ് വെച്ചിട്ടാണ് വായിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ഇരുന്ന് വർക്ക് ചെയ്തു. പിന്നെ ഷേർലി ഒരുപാട് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഷേർലിയാണ്. അപ്പോൾ ഷേർലി വന്നിട്ട് ഈ നോവലുകളൊന്നും ഉണ്ടാവില്ല, കനവൊന്നും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അതാണ് ഭയങ്കര ഒരു പുള്ളിക്കാരത്തി ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് എൻ്റെ കൂടി കണ്ടു വന്ന ശേഷം. അപ്പോൾ അതിൽ നിന്നൊരു പേപ്പർ എനിക്ക് കിട്ടി. ആ പേപ്പർ എന്ന് വെച്ചാൽ ഒരു കോടതി വിധിയാണ്. ഈ കോടതി വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1830 ഒരു ഉടമ അയാളുടെ അടിമയായിരുന്ന കയ്യിപ്പാടൻ എന്ന അടിമേനെ വേറൊരു ഉടമയ്ക്ക് കൊണ്ടിട്ട് പണയം വെക്കുകയാണ് 8 രൂപയ്ക്ക് പണയം വെക്കപ്പെട്ട കയ്യിപ്പാടനെ കാണാണ്ടാവുക അവിടുന്ന്. അപ്പോൾ ഇയാൾ കൊണ്ടിട്ട് ഈ പണയം എടുത്ത ആൾ കൊണ്ടിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് തുക്കടി മുനിസിപ്പൽ കോടതിയിലാണ്. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു കോടതിയാണ് തുക്കടി മുനിസിപ്പൽ കോടതി. ആ കോടതി കൊണ്ട് കേസ് കൊടുക്കുന്നത്. ആ കേസ് കൊടുത്തത് എന്താണ്, ഈ പണയം എടുത്ത ആൾ തന്നെ ഈ അടിമേനെ കട്ടുകൊണ്ട് പോയിട്ട് ഇയാളെ എടുത്തുകൊണ്ട് പണിയെടുപ്പിക്കുന്നു. അപ്പോൾ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞാൽ അതല്ല സത്യം. ഈ പണയെടുത്തയാൾ ഈ പണയപ്പണ്ടത്തിന് ജന്മം ചോദിക്കുന്ന പൂർണ്ണമായിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് ജന്മവസ്തു എന്ന് പറഞ്ഞാൽ മുഴുവൻ അവരുടെയാണ്, മറ്റേ പണയപ്പണ്ടം വേറെ ആണല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് അത് സമ്മതിക്കാഞ്ഞതിന് ഇയാളുടെ സഹോദരനും കൂടി ഈ കയ്യിപ്പാടനെ തച്ച് കൊന്നതാണെന്ന് പറയും, കൊന്നുകളഞ്ഞു. അപ്പോൾ 2 കയ്യിപ്പാടൻ ജീവിച്ചിരുന്നു. ആ ജീവിച്ചിരുന്നിട്ട് ഏറ്റവും വലിയ തെളിവാണിത്. ഒന്ന് പണയം വെച്ചിരുന്നു, അവിടുന്ന് കാണാണ്ടായി, അത്രയും നമുക്ക് അറിയാവുന്നു. പിന്നെ രാഖി 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളുടെ നടുക്ക് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് കയ്യിപ്പാടൻ എവിടേക്കായിരിക്കും പോയിരിക്കും. അത് ഞാൻ പറയുന്നത് കയ്യിപ്പാടൻ അടിമ കൂടി ഒളിച്ചോടി ഞാൻ കഥയുണ്ടാക്കുകയാണ്. മറ്റേത് റിയലാണ്. രണ്ടാളും പറഞ്ഞു. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ 3-മതൊരു കാര്യം പറയുന്നത്. ആ 3-മത് കാര്യം എന്ന് വെച്ചാൽ കയ്യിപ്പാടൻ അവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് നേരെ ചേർന്നിട്ട് അവൻ്റെ കൂട്ടുകാരിയുണ്ട് കയ്യിപ്പാടൻ്റെ ഈര എന്ന് പറയുന്നത്. ഈരേനെ കൂട്ടിക്കൊണ്ടിട്ട് അവർ കാട്ടിക്കൂടി ഈ അടിമത്തത്തിൻ്റെ ഇത് വിട്ടിട്ട് അവർ ഓടിയിട്ട് അവർക്ക് എവിടെയെങ്കിലും ഒരു ലോകം സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് അടിമകളല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ശ്രമത്തിന് വേണ്ടി ഓടുന്നതായിട്ടാണ് എൻ്റെ നോവലിൽ പോകുന്നത്. അതാണ് ഈ മാവേലി മൻ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവരുടെ കുറേ ചരിത്രങ്ങൾ, പാട്ടുകൾ, ഒപ്പം തന്നെ ഈ മാവേലിയായിട്ടുള്ളൊരു അവരുടെ ബന്ധം, അത് ശരിക്കും മാവേലി മണപത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ടായിരുന്നുവെന്നും അന്ന് വളരെ ജാതി മതം പോലില്ലാത്തൊരു കാലം അവർക്കുണ്ടായിരുന്നു അവർ വിശ്വസിക്കുന്നുണ്ട്. പെടപ്പാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ആ കാലഘട്ടത്തിൽ മുകളിൽ നിന്ന് 3 തമ്പുരാക്കന്മാർ വന്ന് ഇവരുടെ മണ്ണ് കട്ടെടുത്തിട്ട് ഇവരെ അടിമകളാക്കിയതിൻ്റെ വലിയൊരു കഥ അവർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കമൊക്കെ നമുക്ക് ഇതിനകത്തോടെ കൊണ്ടുവരാൻ പറ്റും. ഈ കയ്യിപ്പാടൻ്റെ രേഖ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ആ നോവലൊന്നും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ആ തിരുനെല്ലിലെ ജീവിതത്തിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും അവരെക്കുറിച്ചിട്ടുള്ള മനസ്സിലാക്കലുകളൊക്കെ പാട്ടായും കഥകളൊക്കെ ആയിട്ടൊക്കെ ഇതിനകത്ത് കുറേ ഉൾപ്പെടുത്താൻ പറ്റി. ഒപ്പം തന്നെ എന്ന് വെച്ചാൽ മാവേലി മൻ്റത്തിൽ നമ്മുടെ വയനാടൻ ചരിത്രത്തിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പഴശ്ശി രാജാവിൻ്റെ യുദ്ധം നടന്ന നാടാണിത്. ഏകദേശം 8 വർഷത്തോളം ഭയങ്കരമായിട്ട് കൊണ്ടായിരുന്നു. അപ്പം
ഈ കൃഷിക്കാരിൽ തന്നെ ഒരു വിഭാഗം രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ ഇടച്ചന തറവാട് ചുരുക്കി പറഞ്ഞാൽ ഇടച്ചന കുങ്കൻ്റെ ആൾക്കാർ, തലക്കൽ ചന്തുവിൻ്റെ ആൾക്കാർ, ഇവരെല്ലാം രാജാവിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന തറവാടുകളുണ്ടായിരുന്നു. ഈ യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അവരാണ് പിന്നീട് അധികാരിമാരും മേനോന്മാരൊക്കെ ആയിട്ട് വരുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ. അപ്പോൾ ഈ ഇവരിൽ നിന്ന് എല്ലാമായിട്ട് ഭയങ്കര നാട് കടത്തപ്പെട്ടു, ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കപ്പെട്ടു. അങ്ങനെ ഒരു കാർഷിക മേഖലയിൽ ഒരു വലിയൊരു സ്തംഭനാവസ്ഥ അപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അവരും പലരും ഇത് വിട്ട് കാട്ടിലേക്ക് കയറി. അപ്പോൾ ഇവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ, ഈ അടിമകളുടെ ആണെങ്കിലും അവരുടെയും സ്വപ്നങ്ങളിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ സ്വപ്നം കാണാം. അങ്ങനെയും ഒറ്റപ്പെടുന്നവർ തങ്ങളുടെ ഒരു കൂട്ടായ്മ, അത് ഇതിൻ്റെ സമാന്തരമായിട്ട് യഥാർത്ഥത്തിൽ പോകുന്നുണ്ട്. രണ്ടുമുണ്ട് ഇതിനകത്ത്. അല്ല, മാവേലി മன்றത്തെ ഇപ്പോൾ ബേബിച്ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു രേഖയിൽ നിന്ന് പുതിയൊരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എങ്കിൽ പോലും ഒരു പരിധിവരെ വയനാട്ടിൽ ഇത്തരത്തിലുള്ള അടിമ ഉടമ ബന്ധം പഴയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയായിട്ട് വലിയ തെളിവാണല്ലോ. ആ തെളിവ് അത് വെച്ചിട്ടാണ് ചെയ്തത്. അന്ന് ഞാനിത് പ്രസാധകരൊന്നും ഉണ്ടായിരുന്നില്ല. വീക്കിലേക്ക് കഴിച്ചു കൊടുത്ത് അതേമാതിരി തിരിച്ചയച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഷേളിയുടെ മാലയും വളയൊക്കെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഞങ്ങൾ ഗദ്ദിക പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അത് പ്രിൻ്റ് ചെയ്ത് നടന്ന് വിൽക്കുമായിരുന്നു. 20 രൂപയായിരുന്നു വില. ഈ കൽപ്പറ്റ, ബത്തേരി, എൻ്റെ കുറേ സുഹൃത്തുക്കളായിരുന്നു വയനാട്ടിലുള്ള പലരും സഹകരിക്കുകയും. വിജയൻ മാഷായിരുന്നു, MN വിജയൻ മാഷ് മാനന്തവാടി വന്നിട്ട് ആയിരുന്നു ഇതിൻ്റെ പ്രകാശനമൊക്കെ ചെയ്തു തന്നു. പുള്ളിക്ക് എന്നെ നാടികത്തി കണ്ടിട്ടുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്ക്. അങ്ങനെ പുള്ളിയുടെ ഒരു സഹകരണം കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ അത് വിറ്റ് ഞാൻ തീർത്തു. അങ്ങനെയാണ്. പിന്നെ 90 ആ കൊല്ലം തന്നെ മനോരമ അതിന് ഏറ്റവും നല്ല നോവലായിട്ട് തിരഞ്ഞെടുത്തു. സാനുമാഷായിരുന്നു മനോരമയ്ക്ക് വേണ്ടിയിട്ട് അത് തിരഞ്ഞെടുത്ത്. പിന്നെ അഗമ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ആ വർഷം തന്നെ കിട്ടിയായിരുന്നു. പിന്നെ 94 ഇത് കിട്ടി, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. പിന്നെ മുട്ടത്തുപർക്കി അവാർഡ് കിട്ടി, TV കൊച്ചി അവാർഡ് കിട്ടി. അങ്ങനെ കുറേ ഇത് കിട്ടി. പിന്നെ അത് പാഠപുസ്തകമായി. BA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ. അതുകൊണ്ടൊക്കെയാണ് ബേബിച്ചേട്ടൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷവും കൂടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ നോവല് ബസ്പുർഖാനാണ്. ആ ബസ്പുർഖാന ഇപ്പം പ്രധാനമായിട്ടും ശുദ്ധീകരണ സ്ഥലം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് വണക്കമാസം, ഞങ്ങളുടെ ക്രിസ്ത്യാനി ഇതിനിടയിൽ വണക്കമാസം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വണക്കമാസത്തിൽ നിന്ന് കിട്ടിയതാണിത്. ഇതിനൊരു ലാറ്റിൻ വാക്കായത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രമിച്ചത് എൻ്റെയൊക്കെ കാരണന്മാർ എൻ്റെ വല്യപ്പൻ 920 അവസാനത്തിൽ ഇവിടെ പേരാവൂർ കുടിയേറി വന്നതാണ്. അവിടുന്നാണ് പിന്നീടാണ് അപ്പൻ്റെയൊക്കെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അമ്മയുടെ വീട്ടുകാർ ഇരിട്ടി ഭാഗത്താണ് കുടിയേറിയത്. ഇരിട്ടിപ്പുഴയുടെ തീരത്തായിരുന്നു അവർ. അപ്പോൾ ഇവർ തമ്മിൽ അവിടുന്ന് കല്യാണം കഴിക്കുന്നതൊക്കെ വലിയ കഥകളാണ്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ അവർ കുടിയേറിയതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ വന്നത് എന്ന് എനിക്കൊന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും ബസ്പുർഖാന എന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ടാകുന്നത്. അത് ഈ കുടിയേറ്റത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ളതാണ്. ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരുന്നതും അന്നത്തെ ആ സാഹചര്യങ്ങളും എന്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടത്, അങ്ങനെ എത്തി അവിടെ നിർത്തി ഒരു 1ാം പാർട്ടായിട്ട് അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ബാക്കി ഇനി ആ ഒരു ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 2ാം പാർട്ടിട്ട് എഴുതണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ എഴുതിയിട്ടില്ല. എഴുത്ത് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് അത് ചെയ്യാൻ പോയത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവലിൻ്റെ 2ാം ഭാഗം അത് DC ബുക്സ് തന്നെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒരു 2ാം ഭാഗം എഴുതാൻ വേണ്ടി ഞാൻ തിരുവണ്ണാമലയിലേക്ക് പോവുകയാണ്. തിരുവണ്ണാമലയിൽ പോയിട്ട് അവിടെ റൂമൊക്കെ എടുത്തിട്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോണ്ടിച്ചേരി എടുത്താൽ തിരുവണ്ണാമല അറിയാമല്ലോ, ഈ രമണ മഹർഷിയുടെയൊക്കെ ഒരു വലിയ ആസ്ഥാന സ്ഥലമാണ്. അവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സൈലൻ്റായിട്ട് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഇത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മലബാർ മാനുവൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ മലബാർ മാനുവൽ അതിൻ്റെ ഒരു ആമുഖത്തിൽ ഡോക്ടർ KK കുറിപ്പിൻ്റെ ഒരു ആമുഖമുണ്ട്. മലയാള പരിഭാഷയാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ ആ ആമുഖത്തിൽ അദ്ദേഹം ലോകൻ്റെ ഒരു ചെറിയ ജീവചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം സിവിൽ സർവീസിൽ വരുന്നത്, ഒപ്പം തന്നെ അവിടുന്ന് ഈ കളക്ടറായിട്ട് വളരുന്നത്, ഈ കമ്മീഷനുകളിലെ ഇൻചാർജായിട്ട് വരുന്നതൊക്കെ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ലോകനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം തോന്നി. കാരണം അന്ന് മലബാറിനെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാനും സ്നേഹിക്കാനൊക്കെ പറ്റിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പുള്ളിയും അപാര ഇതായിട്ട് മറ്റുള്ളവരെക്കാളേറെ മലബാറിനെ സ്നേഹിക്കുകയും മലയാള ഭാഷയെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മലബാർ മാനുവൽ എഴുതിയത് 1880 മുതൽ 1888 വരെ ഒരു കാലത്തിലാണ്. ഈ കാലത്തിൻ്റെ അദ്ദേഹം 2ാമത് കളക്ടറായിട്ട് മലബാറിൻ്റെ കളക്ടറായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അയാൾ കളക്ടർ ആയിരിക്കുമ്പോൾ തന്നെ ഈ മലബാർ മാനുവൽ എഴുതാനുള്ള ഉത്തരവ് ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഉത്തരവാദിത്വം പുള്ളിക്കായിരുന്നു.
ആ ഒരു പീരീഡിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനി സെൽബി ബുറൽ എന്ന് പറയും. ഇവർ സ്കോട്ട്ലൻഡുകാരായിരുന്നു. അപ്പോൾ ഈ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കാണുകയും ഈ ചരിത്രം മനസ്സിലാക്കുകയും ഇത് ഇടയ്ക്ക് വായിച്ചു നോക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ഹിസ്റ്ററിക്കിടയിലൊക്കെ പോവും. ഒപ്പം തന്നെ പിന്നെ പ്രസൻറ്റിൽ പുള്ളി അന്ന് നേരിടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം ആക്റ്റീവായിട്ട് ഇടപെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു വർത്തമാനകാല അനുഭവങ്ങളും പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഇതൊരു നോവലായിട്ട് അത് വളർന്നു വരുന്നു. ഒരു 3 വർഷക്കാലം എടുത്തു. അതിനെ കൊണ്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടി വന്നു. ഗുഡ് ബൈ മലബാർ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അവസാനം എഴുതിയ നോവൽ. ഇതിൻ്റെ 2ാം ഭാഗം എഴുതാൻ പോയതാണ്, പക്ഷെ തിരിച്ചു വന്നത്. കാരണം മലബാറിന് അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു നാടാണെന്നാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് വായിച്ച് ഇതിങ്ങനെ ചെല്ലുമ്പോൾ. അപ്പോൾ അത് നമ്മൾക്ക് അതിനെയൊന്നും വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നി. പിന്നെ സാനിമാഷായിരുന്നു അതിൻ്റെ പ്രകാശനം. സാന്ദർഭികമായിട്ട് ചോദിച്ചോളൂ. ഇപ്പോൾ എൻ വിജയൻ, അതുപോലെ തന്നെ സാനുമാഷ്, അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു. കേരളത്തിലെ സാഹിത്യകാരന്മാരുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ കുറവ്. മാഷിനെയൊക്കെ, സച്ചിദാനന്ദൻ മാഷിനെയൊക്കെ നമ്മൾ ആദ്യം മുതലേ നാടിഗദ്യം മുതലേ അദ്ദേഹം നാടിഗദ്യം കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ മാവേലിമന്നത്തിൻ്റെ ആമുഖക്കുറിപ്പ് പുള്ളിയാണ് എഴുതി തന്നത്. നല്ലൊരു ആമുഖക്കുറിപ്പ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അവസാനത്തെ ഗുഡ് ബൈ മലബാറിൻ്റെയും പുള്ളിയാണ്ട് ഒരു ചെറിയൊരു കുറിപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഒഴിച്ച് പിന്നെ വേറെ ഇപ്പോൾ കവികളെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും, പക്ഷെ അങ്ങനെ നേരിട്ട് ഞാൻ ആരുമായിട്ട് അങ്ങനെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളല്ല. അത് ഒരിടത്തും ഇല്ല. ഞാനൊരു ഒറ്റയാൾ പരിപാടിയായിട്ട് പോകുന്ന ഒരാളാണ്, പക്ഷെ എല്ലാവരും അറിയും അങ്ങനെ. കനവെന്ന് പറയുന്ന പ്രദേശത്ത് വരുമ്പോൾ ബേബിച്ചേട്ടൻ്റെ പാട്ടുകൾ ചുറ്റുവട്ടത്തിരിക്കുന്ന കുട്ടികളെ ഏറ്റുപാടുന്ന അത് വളരെ മനോഹരം. നാട് എൻ വീട് വയനാട്, കൂട് എൻ മേട് വയനാട്, വയനാട് 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 വയനാട്.